കോണ്ടൻറ്റ് ക്രിയേഷൻ മേ ബി ഒരു 4-5 ഇയേഴ്സ് ബാക്ക് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു ടേം ആയിരുന്നു കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നുള്ളത്. പക്ഷേ ഇന്ന് എവ്രിബഡി വോണ്ട്സ് ടു ബിക്കം എ കോണ്ടൻറ്റ് ക്രിയേറ്റർ. നിങ്ങളും ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആകണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും ഈ വീഡിയോയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങളെ പിടിച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മേ ബി ഒരു ക്ലാരിറ്റി ഇല്ലാത്തതായിരിക്കാം എന്തിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിൽ. മേ ബി നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങണം എന്നുള്ളത് അറിയാത്തതായിരിക്കാം. മേ ബി നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാത്തതായിരിക്കാം. അല്ലെങ്കിൽ ഓവറോൾ ഓക്കെ ഇതൊക്കെ അറിയാം പക്ഷെ ഒന്നും തുടങ്ങി കിട്ടാത്ത പ്രശ്നമായിരിക്കാം. നിങ്ങൾക്ക് റിയലി കോണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടോ. മേ ബി നോട്ട്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് എടുത്തോ. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്ലോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ കോണ്ടൻറ്റ് ക്രിയേഷൻ നിങ്ങൾക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. സോ വളരെ സിമ്പിളായിട്ട് കോണ്ടൻറ്റ് ക്രിയേഷൻ നിങ്ങൾക്ക് എങ്ങനെ നാളെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതിൽ ഒരു അടിപൊളി ക്ലാരിറ്റി തരാനായിട്ട് ഞാൻ ശ്രമിക്കും. അത് അടിപൊളിയായിട്ട് ഗ്രാബ് ചെയ്യുക. കോണ്ടൻറ്റ് ക്രിയേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഈ ഒരു ഞാൻ പറയുന്ന ഫ്ലോയിൽ. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ വീഡിയോ പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ദാറ്റ് നിങ്ങൾക്ക് മോർ ആൻഡ് മോർ ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടും. ഞാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനിയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ ആ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയറും കൂടി ചെയ്യുക. സോ ദാറ്റ് മോർ ആളുകളിലേക്ക് ചാനലിൽ എത്തിക്കാനും എനിക്ക് പറ്റും. എൻ്റെ ഒരു മിഷൻ എനിക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ട് ശരിക്കും നമുക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ ഒരു ഓവർവ്യൂ നോക്കാം. വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ട്വിറ്റർ ഓർ യൂട്യൂബ് ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലേ. ഇതിലെല്ലാം ഒരുപാട് ആളുകൾ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഒരു കാര്യത്തിനെ ഒരു കൈൻഡ് ഓഫ് കോണ്ടൻറ്റ് ഫോമിലേക്ക് മാറ്റി, അത് വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മേ ബി റിട്ടൺ സംഭവം ആയിക്കോട്ടെ ലൈക്ക് ബ്ലോഗ് പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനൊരു കോണ്ടൻറ്റ് ഫോമിലേക്ക് മാറ്റുന്ന ആളുകളെയാണ്, മാറ്റി പബ്ലിഷ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ബേസിക്കലി കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉള്ളത് നമുക്ക് കുറച്ച് എക്സാമ്പിൾ ത്രൂ പോവാം. മേ ബി ഷാദ് എന്നുള്ള പേഴ്സൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഏരിയയിൽ മൾട്ടിപ്പിൾ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നാളെ എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഞാൻ വരുത്തിയിട്ടുള്ള റിസൾട്ട്സൊക്കെ ഒരു ഫൗണ്ടർ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടർ എന്നെ കണക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇല്ലേ? ഷാദേ ഞങ്ങളുടെ കമ്പനിയിലേക്ക് നിനക്ക് ഫ്രീലാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള രീതിയിൽ എന്നെ കണക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് അല്ലേ? സോ കോണ്ടൻറ്റ് ക്രിയേഷൻ വഴി നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ലേ? അത് ഒരു സിനാരിയോ അല്ലേ? സെക്കൻഡ്, ഞാൻ അടിപൊളിയായിട്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി കോൾ മീ ഷസാം പോലുള്ള ടെക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. എനിക്ക് മൾട്ടിപ്പിൾ കൊളാബറേഷൻ പോസിബിലിറ്റീസ് വരാനായിട്ടുള്ള ചാൻസ് അല്ലേ? മേ ബി സാംസങ്, മേ ബി ഐഫോൺ ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ എന്നെ കണക്ട് ചെയ്യാനും ഒരു കൊളാബറേഷൻ ചെയ്യാനും അതിനുവേണ്ടി എനിക്ക് പൈസ പേ ചെയ്യാനായിട്ടും റെഡി ആകാനുള്ള പോസിബിലിറ്റീസ് ഇല്ലേ? അത് അനദർ സിനാരിയോ അല്ലേ? അല്ലെങ്കിൽ തേർഡ്, ഞാൻ മേ ബി ഒരു ബുക്ക് എഴുതുകയാണെന്ന് വിചാരിച്ചോ. സോ എനിക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് മേ ബി ഒരു 1,00,000 ഫോളോവേഴ്സ് എൻ്റെ അടുത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബുക്ക് എഴുതി ഞാനത് പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോളോവേഴ്സിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസിലേക്ക് ഞാൻ അറിയിക്കുകയാണെങ്കിൽ കുറച്ച് പേരൊക്കെ ആ ബുക്ക് വാങ്ങിക്കാനായിട്ടുള്ള സാധ്യതയല്ലേ? സോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മോർ ആക്സെപ്റ്റൻസ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് അവിടെ ഇല്ലേ? ഇങ്ങനെ പല ആംഗിൾസിലും ശരിക്കും കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നുള്ളത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഞാൻ പേഴ്സണലി ഒരുപാട് വർഷങ്ങളായിട്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ പറയും എനിക്ക് ഒരുപാട് ഫോളോവർ കൗണ്ട് ഒന്നുമില്ല. മേ ബി ഇൻസ്റ്റഗ്രാം ഓർ ലിങ്ക്ഡിൻ ഓർ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോളോവർ കൗണ്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ പോയിട്ടുള്ള എവ്രി സിംഗിൾ ഓപ്പർച്യൂണിറ്റി കോണ്ടൻറ്റ് വൺ വേ ഓർ അതർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയും. സോ എന്തായാലും കോണ്ടൻറ്റ് ക്രിയേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മളെ കോണ്ടൻറ്റ് ക്രിയേഷനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ നടന്നൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ലൈക്ക് ഇർഫാൻ അവിടെ ലൈറ്റ് മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്.
അല്ലെങ്കിൽ ലൈറ്റ് അഗെയിൻ ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അറൗണ്ട് 25 മിനിറ്റോളം 30 മിനിറ്റോളം ഐ തിങ്ക് ഈ വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത് അറൗണ്ട് 15 മിനിറ്റിൽ ഇത് കട്ടായിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പോയിൻ്റ്, ആ ഒബ്സഷൻ, ആ പാഷൻ ഇതിനുള്ളിലേക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് അഗെയിൻ അതൊരു കുഴപ്പമില്ല, ഓക്കെ അഗെയിൻ ഷൂട്ട് ചെയ്യാം എന്നുള്ളതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ലൈക്ക് അത് തുടക്കത്തിൽ പറയാം എന്നുള്ളത് വിചാരിച്ചു. ആൻഡ് സെക്കൻഡ്, വളരെ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേഷൻ ഇസ് എ ലോങ് ടേം ഗെയിം. നിങ്ങൾ ലോങ് ടേമിലേക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് വന്ന് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി കുറച്ച് ഫെയിമൊക്കെ ഉണ്ടാക്കി പോകുന്ന ഒരു ഫീൽഡല്ല കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നുള്ളത്. ലോങ് ടേം ആയിട്ട് നിങ്ങൾ റെഡി ആവുകയാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് സിംപ്ലി സെക്കൻഡ് പോയിൻറ്റ്. നൗ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ തേർഡ് ചാപ്റ്റർ. ദാറ്റ് ഈസ് ആക്ച്വലി ഞാൻ എഴുതി വെച്ചതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് എന്നും പറയാം. ദാറ്റ് ഈസ് ഫസ്റ്റ്, നിങ്ങൾ കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യുവർ വൈ. ദാറ്റ് ഈസ് എന്തിനാണ് നിങ്ങൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. മേ ബി പല റീസൺസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ പ്രൊഫഷനിൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് മാറുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. മേ ബി എനിക്ക് നല്ല ഫെയിം കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതായിരിക്കാം. മേ ബി എനിക്കൊരു ഇൻഫ്ലുവൻസർ ആകണമെന്നുള്ളത് വളരെ ആഗ്രഹമുണ്ട് എന്നുള്ളതായിരിക്കാം. മേ ബി ഞാൻ ഫ്യൂച്ചറിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്നെ കോണ്ടൻറ്റ് ക്രിയേഷൻ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളതായിരിക്കാം. മേ ബി എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ മാറ്റാനായിട്ട് എനിക്ക് പെട്ടെന്നൊന്ന് ഫെയിമായിട്ട് എനിക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വൈകൾ ഉണ്ടായിരിക്കും. ആ വൈയുമായി ഒബ്സസ്ഡ് ആവുക, ആ വൈയെ വളരെ ഇഷ്ടപ്പെടുക, അതിനു വേണ്ടി എണീറ്റ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് നിങ്ങളുടെ ആ വൈ എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ വൈ എന്ന് പറയുന്നത് നല്ല ഓൺട്രപ്രന്യൂഴ്സുമായിട്ട് എനിക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടി പറ്റണം. സെക്കൻഡ്, എൻ്റെ വൈ എന്ന് പറയുന്നത് എനിക്ക് യൂത്തിനെ എംപവർ ചെയ്യാനായിട്ട് പറ്റണം, ബെറ്റർ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റണം. ഈ രണ്ട് വൈൻ്റെ മുകളിലാണ് ഞാൻ ആക്ച്വലി എൻ്റെ കംപ്ലീറ്റ് എഫേർട്സ് കോണ്ടൻറ്റിലേക്ക് പുട്ട് ഇൻ ചെയ്യണത്. മോർ ദാൻ മണി, എൻ്റെ ആക്ച്വൽ വൈ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കോണ്ടൻറ്റ്സും ക്രിയേറ്റ് ചെയ്യണത്. സോ അവിടെ എന്നെ റീച്ചോ അല്ലെങ്കിൽ ലൈക്സോ ഇതിനേക്കാളൊക്കെ എന്നെ ബോദർ ചെയ്യണത് ഞാൻ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ഞാൻ ആളുകൾക്ക് കൂടുതൽ ബെറ്റർ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ഞാൻ കൂടുതൽ ഓൺട്രപ്രന്യൂഴ്സിനെ കണക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് എന്നെ മോർ ബോദർ ചെയ്യുന്ന കാര്യം. ഞാൻ അതിലേക്ക് വളരെ ഒബ്സസ്ഡ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണതും. സോ മേക്ക് ഷുവർ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കുക, എനിക്ക് എന്തിനാണ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എൻ്റെ ആക്ച്വൽ വൈ എന്താണ്, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന, ഞാൻ വളരെ ഒബ്സസ്ഡ് ആയിട്ടുള്ള ആ വൈ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനു വേണ്ടി ഓക്കെ ഞാൻ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. മേ ബി യൂത്തിനെ എംപവർ ചെയ്യണം, എനിക്ക് ബെറ്റർ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. ലൈഫ് ടൈം ഞാൻ അതിലേക്ക് എഫേർട്സ് പുട്ട് ഇൻ ചെയ്യാനായിട്ട് ഓക്കെ ആയിരിക്കും. അറ്റ് ദ മൊമെൻറ്റ് ഞാൻ അതിലേക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുക എന്നുള്ളതാണ്. അത് മേ ബി നിങ്ങൾക്കൊരു പേപ്പറിൽ എന്താണ് എൻ്റെ വൈ, ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എഴുതി വെക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഫോർത്ത് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് സിമ്പിളാണ്. ലൈക്ക് ഞാൻ ലോങ് ടേം ആണ് എന്ന് പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ദ ഓൺലി വേ ടു സ്റ്റാർട്ട്. ലൈക്ക് നമ്മൾ വൈ ഒക്കെ മനസ്സിലാക്കി, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ ദ ഓൺലി വേ ടു സ്റ്റാർട്ട്, തുടങ്ങാനായിട്ടുള്ള ആകെ ഒരൊറ്റ വഴി എന്ന് പറയുന്നത് ഈസ് ടു സ്റ്റാർട്ട്. തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ തുടങ്ങുന്നത് വരെ. ദാറ്റ് ഈസ് ഒരു ബേസിക് കോൺസെപ്റ്റ് പറയാറുണ്ട്. ഹ്യൂമൻ ബ്രെയിൻ ആക്ച്വലി നമ്മളെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതെന്നും പിടിച്ചു നിർത്താനാണ് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പോവാതിരിക്കും. നമ്മൾ മനസ്സിലുള്ള പല അപകടങ്ങളുമാണ് ലൈക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ എനിക്ക് പറ്റുന്നതാണോ, അല്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കുക, എൻ്റെ ഫാമിലി എന്താ വിചാരിക്കുക, എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുമോ, ഇങ്ങനെയുള്ള പല ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകുന്നതെന്നും പിടിച്ചു നിർത്തും ഹ്യൂമൻ ബ്രെയിൻ. സോ അതങ്ങ് ക്രാക്ക് ചെയ്ത് നമ്മളിലേക്ക് അവിടേക്ക് എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ ഓൺലി വേ ടു സ്റ്റാർട്ട് ഈസ് ടു സ്റ്റാർട്ട്. സോ നിങ്ങൾ കോണ്ടൻറ്റ് ക്രിയേഷൻ തുടങ്ങുക എന്നുള്ളതാണ് ആകെയുള്ള വഴി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത്. ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസ് ബ്രേക്കിംഗ് എന്നും പറയാം. ദാറ്റ് ഈസ് അതിന് മുമ്പിൽ വലിയൊരു ഐസ് കട്ടയുണ്ട്. ഈ ഐസ് കട്ട ബ്രേക്ക് ചെയ്യാതെ എനിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഐസ് ബ്രേക്ക് ചെയ്ത് ഞാൻ എന്തായാലും അപ്പുറത്ത് കിടക്കും. ആദ്യത്തെ ആ കോണ്ടൻറ്റ് ഞാൻ പബ്ലിഷ് ചെയ്യും.
അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്ന് തീരുമാനിക്കലാണ് ദ ഓൺലി വേ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, നൗ നമുക്കറിയാം കോണ്ടന്റ് ക്രിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് അറിയാം, നിങ്ങളുടെ വൈ നിങ്ങൾക്കറിയാം, ദ ഓൺലി വേ ടു സ്റ്റാർട്ട് ഇസ് ടു സ്റ്റാർട്ട് ആണ് എന്നുള്ളത് അറിയാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ എപ്പോഴും നല്ലത്. ലൈക്ക് വലിയ ഭാരം എടുത്ത് തലയിലേക്ക് വെക്കാതെ ഒന്ന് ജസ്റ്റ് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നുണ്ടെങ്കിൽ അവിടെ ഞാനൊരു ഹൈറാർക്കി സിസ്റ്റം പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഏറ്റവും ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലാറ്റ്ഫോം ഏതാണ്, ദെൻ അതിൻ്റെ കുറച്ച് ടഫ് ഏതാണ്, ദെൻ അതിനേക്കാൾ കുറച്ചും കൂടെ ടഫ് ഏതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ലിങ്ക്ഡിൻ എന്നുള്ള പ്ലാറ്റ്ഫോമാണ്. ലിങ്ക്ഡിൻ എന്നുള്ളത് ഒരു പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ എത്രത്തോളം ബെനിഫിഷ്യൽ ആക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ നിങ്ങളുടെ പ്രൊഫഷനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും എന്നുള്ളത് ഞാൻ പറയും. പക്ഷേ ലിങ്ക്ഡിൻ ആക്ച്വലി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ബിക്കോസ് ലിങ്ക്ഡിനിൽ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ടെക്സ്റ്റ് കോണ്ടൻറ്റും ഒരു ഇമേജും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ തന്നെ എൻ്റെ ചാനൽ ആക്ച്വലി വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ലിങ്ക്ഡിനിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്തിട്ട് ലിങ്ക്ഡിനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈസിയസ്റ്റ് പ്ലാറ്റ്ഫോം ഇസ് ലിങ്ക്ഡിൻ. സെക്കൻഡ് ഇസ് ഇൻസ്റ്റഗ്രാം. ദാറ്റ് ഈസ് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് പണിയുണ്ട്. നമ്മളൊന്ന് കോണ്ടൻറ്റ് ഐഡിയ ഒക്കെ കണ്ടുപിടിച്ച് ഒന്ന് മേ ബി സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആക്കിയൊക്കെ എഴുതി വെച്ച് അത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു പണിയുണ്ട്. ലൈക്ക് വീഡിയോ കോണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മിനിറ്റിനുള്ളിലുള്ളൊരു വീഡിയോ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള വർക്ക് ഉണ്ട്. സോ ലിങ്ക്ഡിനേക്കാളും ടഫ്നെസ് നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ഹൈ ആണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. സോ ഇഫ് യു സ്റ്റാർട്ടഡ് വിത്ത് ലിങ്ക്ഡിൻ, ലിങ്ക്ഡിനിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ഇൻസ്റ്റഗ്രാം. ദെൻ നിങ്ങൾക്ക് എവിടേക്ക് പോകാം? യൂട്യൂബ്. ദാറ്റ് ഈസ് ദിസ് ലോങ് ഫോം കോണ്ടൻറ്റ്. അത് കുറച്ചും കൂടെ ഹാർഡായിരിക്കും കമ്പയറിങ് ടു ഇൻസ്റ്റഗ്രാം. ദാറ്റ് ഈസ് ലോങ് ഫോം ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. മേ ബി നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോൻ്റെ ബാക്കിൽ ആദ്യം ഐഡിയേഷൻ ഉണ്ട്. ആദ്യം ഇങ്ങനൊരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചു. then അതിനുശേഷം സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് എൻ്റെ നോട്ട്ബുക്കിൽ ഞാൻ ആക്ച്വലി ഇന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. അതിനെയാണ് ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ സ്ക്രിപ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യണം. ദെൻ അത് പ്രോപ്പർ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യണം. അതിനിടയിൽ തംബ്നെയിൽ ഡിസൈൻ ഉണ്ട്, അല്ലെങ്കിൽ തംബ്നെയിൽ ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്, അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡേറ്റ എന്തൊക്കെ അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കണം. അതിനനുസരിച്ച് എഗെയിൻ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്സ് കുറച്ചും കൂടി യൂട്യൂബിൽ ഇൻവോൾവ് ആണ്. സോ നമുക്ക് യൂട്യൂബിൽ തേർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ്സിൻ്റെ ആ ഒരു ഡിഗ്രി കുറച്ചും കൂടെ നമുക്ക് മുകളിലേക്ക് കൊടുക്കാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ സ്റ്റാർട്ട് ചെയ്യാലോ, പിന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരാമല്ലോ, നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് വരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു ബേസ് ഹൈറാർക്കി സിസ്റ്റം എന്ന് പറയുന്നത്. ഈസി വേ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിലൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു സിസ്റ്റം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളെ കോണ്ടൻറ്റ് ക്രിയേഷനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ നടന്നൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ലൈക്ക് ഇർഫാൻ അവിടെ ലൈറ്റ് മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് അഗെയിൻ ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അറൗണ്ട് 25 മിനിറ്റോളം 30 മിനിറ്റോളം ഐ തിങ്ക് ഈ വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത് അറൗണ്ട് 15 മിനിറ്റിൽ ഇത് കട്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പോയിൻ്റ്, ആ ഒബ്സഷൻ, ആ പാഷൻ ഇതിനുള്ളിലേക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് അഗെയിൻ അതൊരു കുഴപ്പമില്ല. ഓക്കെ, അഗെയിൻ ഷൂട്ട് ചെയ്യാം എന്നുള്ളതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ലൈക്ക് അത് പറയാം എന്നുള്ളത് വിചാരിച്ചു. അടുത്തത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ക്രിയേറ്റ് ഫസ്റ്റ് 50 കോണ്ടൻറ്റ്സ് എക്സ്പെക്റ്റിംഗ് നത്തിങ്. ഇൻസ്റ്റഗ്രാമിൽ 50 റീല് നിങ്ങൾ പബ്ലിഷ് ചെയ്യുക, എക്സ്പെക്റ്റിംഗ് നത്തിങ്. വ്യൂസ് എത്ര വന്നോ എന്നുള്ളത് നിങ്ങൾ ബോദർ ചെയ്യണ്ട, ലൈക്സ് എത്ര കിട്ടി ബോദർ ചെയ്യണ്ട, എത്ര ആളുകൾ ഷെയർ ചെയ്തു ബോദർ ചെയ്യണ്ട, ആരെന്ത് പറയുന്നു ഒന്നും ബോദർ ചെയ്യണ്ട. ക്രിയേറ്റ് ഫസ്റ്റ് 50 കോണ്ടൻറ്റ്സ് എക്സ്പെക്റ്റിംഗ് നത്തിങ്. അതുവഴി നിങ്ങളുടെ പ്ലാറ്റ്ഫോം നോളജ് ഇമ്പ്രൂവ് ആവില്ലേ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവില്ലേ, നിങ്ങളുടെ ക്യാമറ പ്രസൻസ് സ്കിൽ ഇമ്പ്രൂവ് ആവില്ലേ, അല്ലെങ്കിൽ ക്യാമറ പ്രസൻസ് ഇമ്പ്രൂവ് ആവില്ലേ, നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് ഇമ്പ്രൂവ് ആവില്ലേ, കോണ്ടൻറ്റ് റിസർച്ച് അല്ലെങ്കിൽ കോണ്ടൻറ്റ് നിങ്ങൾ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യണത് ഇമ്പ്രൂവ് ആവില്ലേ, എല്ലാ ആസ്പെക്റ്റിലും ഇമ്പ്രൂവ് ആവില്ലേ. ബിക്കോസ് നമ്മൾ സ്കൂളിൽ കോണ്ടൻറ്റ് ക്രിയേഷൻ പഠിക്കുന്നുണ്ടോ? ഇല്ല. കോളേജിൽ പഠിക്കുന്നുണ്ടോ? അത് നമ്മൾ പഠിച്ചെടുക്കല്ലേ ചെയ്യണത്. നീന്തണമെന്നുണ്ടെങ്കിൽ എത്ര തിയറി പറഞ്ഞാലും ഒരു 32 ഡിഗ്രി റൈറ്റിൽ ലെഫ്റ്റിൽ കൈ ഇങ്ങനെ വെച്ച് അങ്ങനെ വെച്ച് ഇങ്ങനെയാണ് അടിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ എത്ര പറഞ്ഞ് പഠിച്ചാലും വെള്ളത്തിലിറങ്ങിയാൽ നമ്മൾ മുങ്ങൂലേ. വെള്ളത്തിലിറങ്ങി നീന്തി തന്നെ പഠിക്കണം നീന്തൽ അടിപൊളിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ. അതേപോലെ കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നുള്ളത് എത്ര തിയറി പഠിച്ചാലും യു ഷുഡ് സ്റ്റാർട്ട്
ആൻഡ് അവിടെ ഇറങ്ങി നീന്തി തന്നെ നിങ്ങൾ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ഫസ്റ്റ് 50 കോണ്ടൻറ്റ്സ് എക്സ്പെക്റ്റിംഗ് നത്തിങ്. അതാണ് കോണ്ടൻറ് ക്രിയേഷനിലേക്കുള്ള ബേസ് സ്കിൽസ് എല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക. മുമ്പോട്ടേക്ക് ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണതിലേക്ക് ആ ഒരു ഫസ്റ്റ് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്യാനായിട്ട് ആദ്യത്തെ 50 കോണ്ടൻറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലെറ്റ് ഇറ്റ് ബി ലിങ്ക്ഡ്ഇൻ, ലെറ്റ് ഇറ്റ് ബി ഇൻസ്റ്റഗ്രാം, ലെറ്റ് ഇറ്റ് ബി യൂട്യൂബ്. ആദ്യത്തെ 50 കോണ്ടൻറ്റ് നിങ്ങൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, മോർ സബ്സ്ക്രൈബേഴ്സ്, മോർ ഫോളോവേഴ്സ്, മോർ ലൈക്സ്, മോർ ഷെയർസ്, ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ബോണസായിട്ട് മാത്രം കാണുക, ഒരു മോട്ടിവേഷനായിട്ട് മാത്രം കാണുക. ജസ്റ്റ് ക്രിയേറ്റ് ഫസ്റ്റ് 50 കോണ്ടൻറ്റ്സ് എക്സ്പെക്റ്റിംഗ് നത്തിങ്. ഷാദേ, ഓക്കെ, എനിക്കറിയാം കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്, എനിക്കറിയാം ഇപ്പോൾ ഏത് ടോപ്പിക്കിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്, എനിക്കറിയാം ആദ്യത്തെ 50 കോണ്ടൻറ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് ക്യാമറൻ്റെ മുമ്പിൽ സംസാരിക്കാൻ ഭയങ്കര ഷൈ ആണ്. അത് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതായിരിക്കാം നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ഈ പറയുന്ന പ്രാക്ടീസ് നിങ്ങൾ ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നോക്കിയാലോ, ദാറ്റ് ഈസ് നെക്സ്റ്റ് 14 ഡേയ്സിലേക്ക് നിങ്ങൾ ഈ പറയുന്ന പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എവിടെയും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് യു ക്യാൻ ടോക്ക് അബൌട്ട് എനിത്തിങ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ പെൻ എടുക്കാം. സോ ഇതൊരു പേനയാണ്, ബുക്കിലൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ ഈ പെന്നിൻ്റെ കമ്പനി എന്ന് പറയുന്നത് പെൻടോണിക് എന്ന് പറയുന്ന കമ്പനിയാണ്. ആൻഡ് ഇതൊരു അടിപൊളിയായിട്ടുള്ള പെന്നാണ്, ലോ ബഡ്ജറ്റ്, നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ പെന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്ക് മുമ്പ് ബുക്കിലൊക്കെ എഴുതുക എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, എവിടെയും പബ്ലിഷ് ചെയ്യേണ്ട. എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇഫ് പോസിബിൾ ആണെന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനൊന്ന് ഷെയർ ചെയ്യുക. എടാ, എന്തൊക്കെ മിസ്റ്റേക്സ് ഉള്ളത് നീ ഒന്ന് ഓപ്പണായിട്ട് എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ടിനോ ഫാമിലിയിലോ വേറെ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അത്രയും അടിപൊളി. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആ വീഡിയോ റിവ്യൂ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു, നാളെ എനിക്ക് എങ്ങനെ ഇത് ബെറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു ബെറ്റർ ആക്കുന്ന എലിമെൻറ്റ്സ് കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ നാളെ ഷൂട്ട് ചെയ്യുന്നത്. സോ ആദ്യത്തെ ദിവസത്തിനേക്കാൾ ബെറ്ററായിട്ട് നിങ്ങൾ സെക്കൻഡ് ഡേ ക്രിയേറ്റ് ചെയ്തു, ദെൻ തേർഡ് ഡേ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ 14th ഡേയിലേക്ക് നിങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയും 14th വീഡിയോയും തമ്മിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ആ ഒരു ക്യാമറ ഷൈനെസ്, ക്യാമറ പ്രസൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചലഞ്ച് ബേസ്ഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ശരിക്കും ഈ ഒരു 14 ഡേ ചാലഞ്ച് എന്നുള്ളത്. അതും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള അനദർ ഒരു പ്രാക്ടീസ് ആയിരിക്കും 4 അല്ലെങ്കിൽ 2 കോണ്ടൻറ്റ് ക്രിയേഷൻ. ഓക്കെ, ഈ സ്റ്റെപ്സിലൂടെ ഒക്കെ നിങ്ങൾ പോയി ഞാൻ നിങ്ങളൊരു ഫൈനൽ സ്റ്റെപ്പിലും കൂടെ പോകേണ്ടതായിട്ടുള്ളതുണ്ട്. ബിക്കോസ് കോണ്ടൻറ്റ് ക്രിയേഷനിൽ കുറച്ചൊക്കെ സ്റ്റെക്ക് നിങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇനി വരാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ എങ്ങനെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിന് അറിയാത്ത കാര്യങ്ങളായിരിക്കും. അതിനുവേണ്ടി ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊഫൈൽ ഓഡിറ്റിംഗ്. നിങ്ങളുടെ സിമിലറായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിൽ സിമിലറായി ക്രിയേറ്റ് ചെയ്യുന്ന 10 പ്രൊഫൈൽസ് എടുക്കുക, ഓഡിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൺഷ്യസ്ലി, വെറുതെ മൈൻഡ്ലെസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവല്ല, കോൺഷ്യസ്ലി നോക്കുക. ഓക്കെ, ഇവരെങ്ങനെയാണ് ക്യാമറ സെറ്റ് ചെയ്യണം, ഇവരെങ്ങനെയാണ് ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ഇവർ ഡയലോഗ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒക്കെ എഴുതി വെക്കുന്നുണ്ടായിരിക്കോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എവിടുന്ന് അവർക്ക് ഈ ഇൻഫർമേഷൻസ് കിട്ടണത്, ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഫൈൽ ഓഡിറ്റിംഗ് നടത്തുക. 10 പ്രൊഫൈൽസ് എങ്കിലും. അവിടെ നിങ്ങൾ ഒരുപാട് കോണ്ടൻറ്റ്സിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലാരിറ്റി കിട്ടാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ കോണ്ടൻറ്റ്സും എടുക്കാം. ഓക്കെ, ഇങ്ങനൊരു കോണ്ടൻറ്റ്, ഇത് അടിപൊളിയാണല്ലോ, ഇതുപോലൊരു കോണ്ടൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം എൻ്റേതായിട്ടുള്ള രീതിയിൽ. കോപ്പി അടിക്കാനല്ല, യു മസ്റ്റ് ബി ടേക്കിംഗ് റെഫറൻസ്. ആ റെഫറൻസ് എടുത്ത്, ബിക്കോസ് എല്ലാ കോണ്ടൻറ്റും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. സോ ആ കോണ്ടൻറ്റ് റെഫറൻസ് എടുത്ത് അവർ ചെയ്തതിനെ ഇൻസ്പയർഡ് ആയിക്കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ റെഫറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് അത് മോർ ക്ലാരിറ്റി ബ്രിങ് ചെയ്യും. ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ക്യാമറ വെക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഈ റെഫറൻസസ് എടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊഫൈൽസ് ഓഡിറ്റ് ചെയ്യണത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. സോ അറ്റ്ലീസ്റ്റ് 10 പ്രൊഫൈൽസ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ദാറ്റ് വിൽ ബ്രിങ് മോർ ക്ലാരിറ്റി ടുവേർഡ്സ് യുവർ കോണ്ടൻറ്റ് ക്രിയേഷൻ ജേർണി. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ പോവാണ്. ദ ഓൺലി വേ ടു സ്റ്റാർട്ട് ഈസ് ടു സ്റ്റാർട്ട്.
നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. സി ആരും എന്ത് പറഞ്ഞോട്ടെ, യു ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് കോണ്ടന്റ് ക്രിയേഷൻ. നിങ്ങൾ അതിലേക്ക് പാഷനേറ്റ് ആണ്, നിങ്ങളുടെ ആ വൈ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് ഒബ്സസ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ പറഞ്ഞ 50 വീഡിയോസ് എക്സ്പെക്റ്റിംഗ് നത്തിങ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്ന് നിങ്ങളെ ഡിസിഷൻ എടുക്കുക. ഇവിടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്ലോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ വാച്ച് ചെയ്യാം. നിങ്ങൾ ഇന്ന് ആ ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഞാൻ ആദ്യത്തെ കോണ്ടന്റ്, ആദ്യത്തെ ലിങ്ക്ഡിൻ പോസ്റ്റ്, ആദ്യത്തെ ഇൻസ്റ്റഗ്രാം റീൽ, ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഐ വിൽ പബ്ലിഷ് ടുഡേ എന്നുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ആൻഡ് ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇഫ് യു വാണ്ടഡ് ടു, നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് പോവുക എന്നുള്ളതാണ്. ആൻഡ് അതിന് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇത്രയും നേരം. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരാളുകളിലേക്ക് എത്താനായിട്ട് ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ആൻഡ് മോർ ഈവൻ ബെറ്റർ അടിപൊളിയായിട്ടുള്ള കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. Once again, thank you so much for watching. We'll see you in the next video.